ഇതുപോലെ ഒരു ഭാര്യ, ഇതുപോലെ ഒരു അമ്മ അല്ലെങ്കിൽ സഹോദരി, മകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് മലയാളി പ്രേക്ഷകർ ഒരിക്കൽ ചലച്ചിത്രം കണ്ട് മടങ്ങുമ്പോൾ ചിന്തിച്ചിരുന്നു. ആ നായികാരൂപത്തിൻ്റെ പേരാണ് KR വിജയ അല്ലെങ്കിൽ ചിരിയുടെ രാജ്ഞി. ആ ചിരിയുടെ രാജ്ഞിയെ സ്വാഗതം ചെയ്യാം നമുക്ക്. സ്വാഗതം. ഒരു ഓണക്കാലത്തിൻ്റെ മുഴുവൻ അന്തരീക്ഷത്തിലാണ് നമ്മൾ. അപ്പോൾ ഓണത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓണം എന്ന് പറയുമ്പോൾ ഞാൻ കുറേ പുറകോട്ട് പോകണം. 8-9 വയസ്സ് ഉള്ളപ്പോൾ നാട്ടിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂരാണ് ഞാൻ ജനിച്ചത്. അവിടെ വളപ്പിലൊക്കെ പോയി ഇല കുമ്പിൾ കുത്തി അതിൽ മുക്കുറ്റിപ്പൂവ് തുമ്പപ്പൂവെല്ലാം പറിച്ചു കൊണ്ട് ഞങ്ങളിവിടെ 3-4 സിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പൂക്കളെല്ലാം ഇട്ട് ഇപ്പോൾ എല്ലാം റോസാപ്പൂ എല്ലാം ഇടാൻ തുടങ്ങി. അന്ന് ആ ചെറിയ 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 പൂക്കളാണ് കൊണ്ടിടാറ്. ഒരു സ്വപ്നം പോലെ ഉണ്ട് ഇപ്പോൾ എനിക്ക്. പൂക്കൾ പറിക്കുക അല്ലെങ്കിൽ പൂക്കളം ഇടുക എന്നുള്ളതല്ലാതെ പിന്നെയുള്ള ഓണത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓണം കോടി വസ്ത്രങ്ങൾ, പിന്നെ 5 ദിവസം നല്ല ഭക്ഷണം, അത് ഇതൊക്കെ ഇങ്ങനെ പായസം, ഇങ്ങനെ വലിയ ഓണത്തിൻ്റെ അന്ന് നിറയെ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ 2ാം ഓണത്തിന് കുറച്ച് കുറയും, 3ാമത്തെ ഓണത്തിന് ഇനിയും കുറച്ച് കുറയും, അങ്ങനെ 5 ദിവസം. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തെന്നിന്ത്യൻ എന്നല്ല, നമ്മുടെ ഇന്ത്യൻ സിനിമ മുഴുവൻ നോക്കുകയാണെങ്കിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാ താരങ്ങളും തന്നെ അവരൊക്കെയും തന്നെ വന്നിരിക്കുന്നത് മോഡലിങ്ങിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനാകും. പക്ഷെ അതിപ്പോൾ ഒരു വളരെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരു 30-35 വർഷം മുമ്പ് അതങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കാനാവില്ല. മോഡലിങ്ങിൽ നിന്ന് ഒരു മോഡലിംഗ് വേറെയായിരുന്നു, സിനിമ വേറെ. അതെ അതെ. ആ ഒരു അനുഭവത്തിനെ കുറിച്ച് അന്നത്തെ എന്തായിരുന്നു ആ മോഡലിങ്ങിൻ്റെ ഒരു സങ്കല്പം എന്തായിരുന്നു? അന്ന് ശരിക്കും മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ ഒരു ചോക്ലേറ്റ് ടിന്നിൻ്റെ മുകളിലും ഒരു കാലണ്ടറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ചെറിയ ഓർമ്മ, ഒരു ചുവപ്പ് സാരി കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അത് കണ്ടിട്ടാണ് ഡയറക്ടറിനെ വിളിച്ച് ഡയലോഗ്സ് എല്ലാം തന്ന് പറയാൻ പറഞ്ഞു. ഫസ്റ്റ് ഷോട്ടിൽ ഞാൻ ഓക്കെ ആയി. അപ്പോൾ എനിക്കുള്ള അനുഭവങ്ങൾ ഡ്രാമയിൽ കൂടെ കുറച്ച് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ തന്നെ. പിന്നെ ചെറിയ കൊച്ചാണല്ലോ, എന്ത് വേണമെങ്കിലും എന്ത് പറയുന്നത് അതുപോലെ തന്നെ തിരിച്ച് പറയും. അപ്പോൾ അങ്ങനെ കർപ്പകം എന്നുള്ള പടത്തിൽ ഫസ്റ്റ് ചാൻസ് കിട്ടി. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഏറ്റവും സ്വകാര്യമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ശരിക്കൊരു ഈ ചിരിയുടെ രഹസ്യം എന്താണ്? ചിരിക്കുകയുള്ളൂ, ഞാൻ ശബ്ദത്തിൽ ചിരിക്കില്ല. എപ്പോഴും ഇങ്ങനെ സൈലൻ്റായിട്ട്. അതിൻ്റെ ഒരു പരിചയമാണെന്നു നാട്ടിൽ വീട്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒച്ചിട്ട് ചിരിക്കാൻ പാടില്ല എന്ന് പറയും. അത് കാരണം സിനിമയിൽ ചിരിക്കാൻ പറഞ്ഞാൽ കൂടെ എനിക്ക് ചിരി വരില്ല. തമിഴിലെ പുന്നകൈ അഴകി എന്നല്ലേ വിശേഷിപ്പിക്കുന്നത്? പുന്നകൈ അരസി എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ചിരിയുടെ രാജ്ഞിന്ന്. അപ്പോൾ ഇപ്പോൾ മുന്നിലിരുന്ന ചിരി കാണുമ്പോൾ ശരിക്കും ഓണത്തിൻ്റെ മുഴുവൻ ഒരു രസവും ഭംഗിയൊക്കെ മുന്നിൽ വന്നതുപോലെയുണ്ട്. ഏതായാലും എല്ലാവർക്കും പ്രേക്ഷകർക്കും അത് കിട്ടട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് നാടകത്തിനെ കുറിച്ച് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു. അപ്പോൾ എങ്ങനെയുള്ള നാടകമായിരുന്നു ആ സമയത്തൊക്കെ അഭിനയിച്ചത്? നാടകം എന്ന് പറഞ്ഞാൽ ഞാൻ 10 വയസ്സ് വരെ നാട്ടിൽ തന്നെയായിരുന്നു, 10-11 വയസ്സ് വരെ. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അമ്മയും അച്ഛനും വന്നിട്ട്, ഞാൻ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു, വന്ന് നീ അഭിനയിക്കണം വാ എന്ന് ചോദിച്ചു. എനിക്ക് ഒന്നും അറിയില്ല, അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ പോസ്റ്റെല്ലാം കാണും. അപ്പോൾ ശിവാജി സാറ്, പപ്പിയമ്മ അവരൊക്കെ നിൽക്കുന്നുണ്ട്. അവരാരാണെന്നും കൂടെ അറിയില്ല, അതിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവരുടെ കൂടെ തന്നെ ഞാൻ ഹീറോയിനായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് എനിക്ക് കിട്ടി. തെന്നിന്ത്യൻ എല്ലാ ഭാഷകളിലും ചലച്ചിത്രം ചെയ്തിട്ടുണ്ട്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡം ചെയ്തിട്ടുണ്ട്, ഒരു 10 പടത്തോളം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിന്ദി ഒരു പിക്ചർ ബിഗിനിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നിറയെ ഓപ്പർച്യൂണിറ്റി വന്നതാണ്. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ഇവിടെ തന്നെ മഹാറാണിമാരുണ്ട്, നീ എന്തിനാ നിനക്ക് അവിടെ ഹിന്ദി? അത് തീർച്ചയായിട്ടും അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ തെന്നിന്ത്യയുടെ മുഴുവൻ, ഞങ്ങൾക്കൊക്കെ തെന്നിന്ത്യക്കാർക്ക് മുഴുവൻ ഒരു അഭിമാനമായി ചിരിയായിട്ട് അങ്ങനെ നിലകൊള്ളുന്നത്. മലയാളം സിനിമയിൽ ചെയ്തതിൽ നല്ല ക്യാരക്ടർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ? എനിക്ക് തമിഴിലും ശരി, മലയാളത്തിലും തെലുങ്കിലും എല്ലാം നല്ല ക്യാരക്ടറാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമാണ്. ചില മലയാളത്തിലെ ആദ്യത്തെ ചിത്രം മണവാട്ടി, മണവാട്ടി, ഓടയിൽ നിന്ന്, ആദ്യകിരണങ്ങൾ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, ശകുന്തള, തിലോത്തമ, അനാർക്കലി, ഇങ്ങനെ കിട്ടിയ ഓരോരോ ക്യാരക്ടറും നല്ല ക്യാരക്ടറുകളാണ്. അത് ഞാനായിട്ട് വിചാരിച്ചിട്ടോ ഇതല്ല, ദയവായിട്ട് എനിക്ക് തന്നത്. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ ഒരു രീതിക്കും അപ്പുറത്ത് നിന്ന് ദൈവവേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ മലയാളത്തിൽ തന്നെയാണെങ്കിലും കൊടുങ്ങല്ലൂർ അമ്മ, അങ്ങനെയുള്ള വേഷം, അതിലുള്ള ആ ഒരു ചലച്ചിത്രത്തിലെ വേഷം ചെയ്യുമ്പോൾ ഒരു ദിവ്യമായ പരിവേഷം കൂടി പ്രേക്ഷകർ കാണുകയാണ്. മുന്നിൽ കാണുന്നത്
ദേവി തന്നെയാണോ ഒരു നിമിഷം, അല്ലെങ്കിൽ അവർ പിന്നീട് ചെന്ന് പൂജാമുറിയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേവിയുടെ രൂപമായിട്ട് മനസ്സിൽ വരുന്ന ചേച്ചിയുടെ രൂപമായിരിക്കും. അപ്പോൾ ആ ഒരു ദൈവീ വേഷങ്ങൾ അല്ലെങ്കിൽ ആ ദൈവികമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തതിൻ്റെ ഒരു അനുഭവം എന്താണ്? അത് മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു മനസ്സ്, സന്തോഷത്തിനേക്കാൾ നല്ല തൃപ്തി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒന്നാമത് ചില ഷൂട്ടിങ്ങെല്ലാം അമ്പലത്തിൽ ദേവി ദർശനം എന്ന് പറഞ്ഞ ഒരു പടം, തമിഴ് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചോറ്റാനിക്കര, മറ്റേ കൊടുങ്ങല്ലൂർ, ഇങ്ങനെ പല സ്ഥലത്തും ഷൂട്ടിങ് നടന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് ഞാൻ വിചാരിക്കും ഇത്രയും ഭാഗ്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അവർ നടയിൽ കയറി കുളം പറയും, അവിടെ നിന്ന് ഇറങ്ങി കുളം പറയും, അത്ര എല്ലാം ചെയ്തുതരും. പക്ഷെ അപ്പോൾ എല്ലാം വെറുതെ ഇരുന്നിട്ട് വളരെ ഇതായിട്ട് തന്നെ ചെയ്യാറ്. പക്ഷെ അതൊരു ഭാഗ്യം തന്നെയാണ് കിട്ടിയത്. സാധാരണ ഒരു നായിക ആദ്യം വന്നാൽ കാമുകിയായിട്ട് അഭിനയിക്കും, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കും. അങ്ങനെ ഓരോ ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളും ഈ നടിക്ക് എപ്പോഴും അതിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. കാമുകിയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീ തന്നെ ഒരു 2-3 വർഷത്തിനുള്ളിൽ, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ മുത്തശ്ശിയായിട്ട് വരെ അഭിനയിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. പക്ഷെ നായകന് അത്തരത്തിലൊരു അത്ര വേഗം ഒരു മാറ്റം വരാറില്ല. മിക്കവാറും നായകന്മാർ ഒരു 10, 20, 30 വർഷത്തേക്ക് നായകനായി തന്നെ നിൽക്കും. അതെന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും? സ്ത്രീക്ക് യൗവനം നിലനിർത്താൻ അറിഞ്ഞിട്ടാണോ? അതോ സ്ത്രീകൾക്ക് എപ്പോഴും ഓരോരോ കല്യാണത്തിന് മുമ്പ് ഒരുമാതിരി ആയിരിക്കും, കല്യാണം കഴിഞ്ഞാൽ ഒരുമാതിരി ആയിരിക്കും, പിന്നെ പ്രസവിച്ചാൽ പിന്നെ മാറും. അങ്ങനെ വേഗം എല്ലാം കടന്നു പോകും. അത് കാരണം വേഗം വയസ്സായ മാതിരി തോന്നും. ആണുങ്ങൾക്ക് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. വീട്ടമ്മമാരിലെ കുട്ടികളെ നോക്കി അവർ സ്കൂളിലേക്ക് നേരത്തിന് അയച്ച് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം കുറേ സഫറിങ് ഇല്ലേ അവർക്ക് ലൈഫിൽ. അമ്മയെ അഡ്ജസ്റ്റ് ചെയ്യണം, അച്ഛനെ നോക്കണം, മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം. അങ്ങനെ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ അതിൽ തന്നെ പാതി ടയർഡായി പോകും. പക്ഷെ അങ്ങനെയാണെങ്കിലും ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്നുള്ള ആ ഒരു ഗാനരംഗത്തിലെ ശകുന്തളയെ തന്നെയാണ് ഇപ്പോഴും മുമ്പിൽ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്ത്രീക്ക് അത്രയേറെ മാറ്റം വരുന്നില്ല എന്ന് വാദിക്കേണ്ടി വരും. ഇല്ല അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഓണക്കാലം എങ്ങനെയാണ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ഓണം കേരളത്തിലേക്ക് മദ്രാസിലാണെങ്കിലും ഒരു മലയാളി ഓർമ്മ നിറയുന്ന എന്ത് ആഘോഷങ്ങളിലേക്കാണ്? ഓണത്തിലാണോ അത് വിഷു ആണോ? എന്താണ് ആഘോഷിക്കാറുള്ളത് പൊതുവെ? അവിടെ ഞാൻ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന അധികം ദീപാവലിയാണ്. എന്നുവെച്ചാൽ നാട്ടുകാരെന്ത് ആഘോഷിക്കുന്നു അവരുടെ കൂടെ ചേർന്ന് നമ്മൾ ആഘോഷിക്കണം. പക്ഷെ ആഹാരമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടുത്തെ മാതിരി തന്നെ പായസവും അത് നാടൻ ഇതെല്ലാം ഉണ്ടാവും. വീണ്ടും നമുക്ക് സിനിമയിലേക്ക് പോവാം. സിനിമയെ കുറിച്ചായിരിക്കുമല്ലോ കൂടുതൽ പറയാനുണ്ടാവുക. ഇപ്പോൾ ശിവാജി സാറുമായിട്ട് അഭിനയിച്ചൊരു കാര്യം പറഞ്ഞല്ലോ, പോസ്റ്റർ നോക്കി നിന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ നായികയായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും അഭിനയത്തിന്റെ ഒരു പ്രത്യേക രീതികൾ കാത്തു സൂക്ഷിക്കുന്ന നടനാണ് ശിവാജി ഗണേശൻ. അദ്ദേഹമായിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങൾ എങ്ങനെയാണ് മനസ്സിൽ കാണുന്നത്? ഇല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നിറയെ കാര്യങ്ങൾ പഠിക്കണം. ആ ജോലിയോട് ഉള്ള സിൻസിയറിറ്റി, ടൈമിങ്, പഞ്ച്വാലിറ്റി. ഇത്ര മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മണിക്ക് അവിടെ നമ്മൾ റെഡി ചെയ്യുക. ആ മണി 7 മണിക്ക് കാൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 5 മണിക്ക് വരും. അത് കാരണം പേടിച്ചിട്ട് ബാക്കി എല്ലാവരും വരും. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അതുപോലെ ഒരു നല്ല വലിയ സീൻ വരികയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു 10 വേറെ ഒരു ടോപ്പിക്കും സംസാരിക്കില്ല. ആ സീനിനെ പറ്റി നീ അങ്ങനെ പറയും, നീ ഇങ്ങനെ പറയും, നീ ഇങ്ങനെ പറയുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുത്ത് എല്ലാം ഒരു ഫാമിലി മാതിരി ഇരുന്ന് അത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ വേഗം ടേക്കിലേക്ക് പോകും. പിന്നെ ഞാൻ വന്ന കാലഘട്ടത്തിൽ എനിക്ക് നല്ല വലിയ വലിയ ഹീറോസിൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് MG രാമചന്ദ്രൻ, ഒരു ഭാഗത്ത് ശിവാജി ഗണേശൻ, ജെമിനി ഗണേശൻ, രംഗറാവ്, VS നാഗയ്യ, സഹസ്രനാമം, TS ബാലയ്യ. അവരൊക്കെ 3 വയസ്സിൽ 2 വയസ്സിലൊക്കെ അഭിനയിക്കാൻ വന്നവരാണ്. അങ്ങനത്തെ വലിയ വലിയ ആർട്ടിസ്റ്റുമാരുടെ കൂടെ അഭിനയിച്ച് പപ്പിയമ്മ, സാവിത്രിയമ്മ, ജമുന, വൈജന്തിമല, ഇങ്ങനെ പലരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ അതുപോലെ ഇവിടെ സത്യൻ മാഷ്, മധു, പ്രേം നസീറിൻ്റെ കൂടെ നല്ല ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ശകുന്തള, അനാർക്കലി, പിന്നെ 1000 ജന്മങ്ങൾ, അയോധ്യ. ഒരു ഭാര്യയുടെ വേഷം ആദ്യം കൈകാര്യം ചെയ്യുന്നത്, മലയാളത്തിൽ ആദ്യം കൈകാര്യം ചെയ്യുന്നത് അത് പാളിച്ചകളാന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് ബ്രദർ, ഒരു ഭാഗത്ത് ഹസ്ബൻഡ്, അങ്ങനെ. പിന്നെ ശാന്ത ഒരു ദേവത, അങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടറുകളാണ്. മലയാള സിനിമയെ നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ 3ആയിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അതായത് 70കൾക്ക് മുൻപേ ഉള്ള സിനിമ, അത് കഴിഞ്ഞൊരു 70 തൊട്ട് 90 വരെ അത് 90 വരെ എന്ന് പറയാൻ പറ്റില്ല, 85 വരെ
സിനിമകൾക്ക് വേറൊരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പാണ് പിന്നെ കാണുന്നത്. അങ്ങനെ 3 കാലഘട്ടത്തിൻ്റെ സിനിമയുണ്ട്. അപ്പോൾ ആദ്യത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഥയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ സാംസ്കാരിക മൂല്യങ്ങളെ വളരെയേറെ അത് അങ്ങനെ തന്നെ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ ചോർന്നു പോകാതെ കഥ സൂക്ഷിക്കുന്ന രീതിയിൽ. അന്ന് ടെക്നോളജി ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ പോലും കഥയിലായാലും അല്ലെങ്കിൽ അതിൻ്റെ ചിത്രീകരണ രീതിയിലായാലും അങ്ങനെ ഒരു ശുദ്ധി അതിനുണ്ടായിരുന്നു. അന്നത്തെ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതം, അല്ലെങ്കിൽ അവർ എന്തെല്ലാം സഫർ ചെയ്ത് ഇങ്ങനെയെല്ലാം വരുന്നു എന്നുള്ള ഒരു ജീവിതം തന്നെയാണ്. നമ്മൾ പുതിയ കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞു വന്നുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഹോളിവുഡ് മൂവീസിലെ താരദമ്പതികളെ കുറിച്ചിട്ടായിരുന്നു. താരദമ്പതികൾ എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും, ഭാര്യ ഭർത്താവ് ആരെങ്കിലും ഒരാൾ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യും, എന്നിട്ട് അവർ ഒരുമിച്ച് 50 വർഷം പൂർത്തിയാക്കി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് അവിടെയൊക്കെ. അങ്ങനെ 50 വർഷം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ 4 ദമ്പതികളാണ്. നമ്മൾ ഇന്ത്യയിൽ നിറയെ പേരുണ്ട്. ഇന്ത്യയിൽ നിറയെ പേരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സിനിമാ ലോകം എപ്പോഴും അവിടെ നിന്നുള്ള കഥകൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ കുടുംബജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു നോട്ടം എപ്പോഴും ഉണ്ടാവും. പക്ഷെ അവിടെ കെട്ടുറപ്പുള്ള ഒരു ദാമ്പത്യ ബന്ധം നയിച്ചുകൊണ്ട് തന്നെ അതേസമയം സിനിമയിൽ അഭിനയിച്ച് ഭാര്യയായും അമ്മയായും ഇരിക്കുമ്പോൾ തന്നെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ഒരു ആ തൊഴിൽ മേഖലയിൽ വ്യത്യസ്തമായി നിൽക്കുകയാണ് ചെയ്തത് ചേച്ചി ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ അനുഭവം ഇന്നും ആ ബന്ധം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് തിരശ്ശീലയിൽ കാണുന്ന അതേ സ്വഭാവമുള്ള ഒരു കുടുംബ നായികയാണ് വീട്ടിലും എന്നുള്ളത് കൊണ്ടാണോ, അതോ അതിനെന്തെങ്കിലും ചില രഹസ്യങ്ങളുണ്ടോ ഇന്നത്തെ സ്ത്രീകൾക്ക് പഠിക്കുവാനായിട്ട്? രഹസ്യം എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ പറഞ്ഞ് ചോദിക്കുക, അഭിപ്രായം ചോദിക്കും. ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വന്ന് പറയും, ഇങ്ങനെ പറയുന്നതിന് നല്ല കഥയാണെന്ന് ചെയ്യട്ടെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ഓക്കെ ചെയ്തത് നല്ലതായിരിക്കും, ഇനി അത് വേണോ നീ ആലോചിച്ച് ചെയ്യേ എന്ന് പറയാം. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഇപ്പോൾ വൈകുന്നേരം വരെ ഓർക്കുന്ന ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഞാൻ ഇന്ന ആളെ കണ്ടു, ഇങ്ങനെ സംസാരിച്ചു, അവരത് പറഞ്ഞു ഇത് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ എന്താ അന്നത്തെ ദിവസം സംഭവിച്ചെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ആ കാര്യം കഴിഞ്ഞു, ഇത്രയുള്ളൂ. അപ്പോൾ കുടുംബ നായിക എന്നുള്ള വിശേഷത്തിൽ ചേച്ചിയും കെയർ വിദ്യ, ശ്രീവിദ്യ, അങ്ങനെ 2 പേരാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാമയമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ വന്ന സമയത്ത്? ശ്രീവിദ്യ ഫസ്റ്റ് വിദ്യയുടെ കൂടെ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനും ശിവാജി സാറും ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീവിദ്യ മേക്കപ്പ് ഇട്ട് കൂട്ടിക്കൊണ്ടു, ഏതോ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ ഭരതനാട്യ തിയേറ്റേഴ്സൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ കൂട്ടിക്കൊണ്ടു ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ച് പപ്പിയമ്മയാണ്, വിദ്യയാണ് ഈ കുട്ടി, അഭിനയിക്കാൻ പോകുന്നു, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ പ്രോഗ്രാമെല്ലാം നിറയെ കണ്ടിട്ടുണ്ട്. നല്ല ആർട്ടിസ്റ്റാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് വിദ്യ. മനോഹരമായ കണ്ണുകളും സുന്ദരമായ ചിരിയുമുള്ള മലയാളത്തിൻ്റെ കുടുംബ നായികയോട് ഇനി ഞാൻ പ്രണയത്തിനെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. അയ്യോ, ഇത് വേണോ? തീർച്ചയായിട്ടും പറയണം. കാരണം അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്രണയത്തിനെ കുറിച്ച് ചേച്ചി പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കാലം മുമ്പ് കേട്ടിട്ടുണ്ട്, ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് ഭർത്താവ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പുഷ്പവൃഷ്ടി നടത്തുമായിരുന്നു. അത്രയ്ക്ക് പ്രണയം. വാടകയ്ക്ക് എടുത്തല്ല, സ്വന്തം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളിത് ചോദിച്ചോണ്ട് ഓർമ്മ വരുന്നുണ്ട്. ശകുന്തള ഷൂട്ടിങ്ങിന് കൊടുങ്ങല്ലൂരമ്മ ഞങ്ങൾ ഉദയയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കുറേ നേരമായിട്ട് ടോക്കി എടുക്കാൻ പറ്റുന്നില്ല, കട്ട് പ്ലെയിൻ അപ്പെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കണം, ഇങ്ങനെ ഡബിങ് ഒന്നുമില്ല. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും പുറത്ത് വന്ന് നോക്കി, അപ്പോഴേ എന്നെ വിളിച്ചത് അത് എൻ്റെ ഹസ്ബൻഡ്. അത് ഞാൻ മറന്നുപോയി ഇപ്പോൾ. അപ്പോൾ പ്രണയത്തിനെ കുറിച്ച് തീർച്ചയായിട്ടും പറയണം. കാരണം ഇന്നിപ്പോൾ നമുക്ക് പ്രണയം ഇത്രയും സുന്ദരമായൊരു പ്രണയമൊന്നും കാണാനില്ലാത്തത് കൊണ്ട് വാക്കുകളിലൂടെയെങ്കിലും കേട്ട ആ കാലഘട്ടത്തിൻ്റെ പ്രണയത്തിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു വലിയ അനുഭൂതിയാണ് തീർച്ചയായിട്ടും. എന്നാലും പ്രണയത്തിനെ പറ്റി പറയാൻ പറ്റിയ വയസ്സല്ല അത്. ഏത് പ്രായത്തിൽ വേണമെങ്കിലും അതല്ല, അല്ലെങ്കിൽ ഒരു 30 വർഷം ഈ ടി വി മക്കളും കാണും, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും കാണും. അത് കാരണം എല്ലാം ഒരു പരിധി വരെ പറയാം, അതിനും വരെ പറയാൻ പറ്റും. ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ച ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ശരിക്കും മാതൃകയാകേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ പ്രണയത്തിൻ്റെ ശക്തി, അതുപോലെ സ്നേഹത്തിൻ്റെ ശക്തി, അതെല്ലാം കുടുംബത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒത്തുചേർന്ന് നന്നായിട്ട് സന്തോഷിച്ച് സ്നേഹിച്ച് ജീവിക്കുമ്പോഴാണ് അതൊരു അടുത്ത തലമുറയിലേക്ക് ആ സ്നേഹത്തിൻ്റെ മുഴുവൻ ഒരു ഇതെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്നേഹം അത് ഒട്ടും നാണിച്ചു പോകാതെ ഏറ്റവും ധൈര്യമായിട്ട് തന്നെ പറയാം, ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു. നാണത്തിൽ മലയാളത്തിൻ്റെ നായികയെ നാണിച്ച് കാണുന്നതിനും ഒരു സുഖമുണ്ട്. പിന്നെ അവരുടെ മുമ്പിൽ ഞാൻ നാണിക്കേണ്ടി വരും? ഒരിക്കലും ഇല്ല, അവരെ അഭിമാനിക്കുകയുള്ളൂ. കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്നു
ഒരു ദിവസം തുടങ്ങിയാൽ വൈകുന്നേരമാകുന്നത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ എന്തൊക്കെയാണ് ആ ഒരു ചിട്ടയെ എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെയാണ് സാധാ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നടക്കും. രാവിലെ നേരത്തെ എണീക്കും. 5:30 മണിക്കില്ലായിരുന്നു, 5:00-5:30, ചിലപ്പോൾ കുറച്ച് നേരത്തെ എന്നിട്ട് കുറച്ച് നടക്കും. പിന്നെ ഞാൻ തന്നെ ചായ ഇടും, ഞങ്ങൾ ചായ കുടിക്കും. പിന്നെ കുറച്ച് എക്സസൈസ് എല്ലാം പറ്റുമെങ്കിൽ ചെയ്യും. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ പൂജാമുറിയിൽ പോയി തൊഴുതിട്ട് പിന്നെ ഡേ സ്റ്റാർട്ടിങ് വർക്ക്, ബാക്കിയുള്ള ജോലികൾ. പ്രാർത്ഥനയും സ്നേഹവുമാണ് ചിട്ടയായിട്ട് നടത്തുന്ന കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. അതാണല്ലോ നമുക്ക് 2 ഭാഗത്ത് 2 ബലം, 2 കൈമാരിയാണല്ലോ. ഒന്ന് ചിട്ട, ഒന്ന് സ്നേഹം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഏതെങ്കിലും ചലച്ചിത്രത്തിൽ ചെയ്യുന്നുണ്ടോ തമിഴ്? ഇപ്പം ഞാൻ ദശാവതാരത്തിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അതായത് ജീവിതത്തിൻ്റെ വിഷമങ്ങൾ, വ്യഥകൾ, അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ് മുന്നോട്ട് എപ്പോഴും അങ്ങനെ സഞ്ചരിക്കാനാവും നമുക്ക്. പക്ഷെ അങ്ങനെ അതെല്ലാം അറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തെ നന്നായിട്ട് മനസ്സിലാക്കി ഒത്തൊരുമിച്ചത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദർശം എപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ 2 പേരുടെ ക്യാരക്ടറും ഇങ്ങനെ തന്നെയാണ്. പണം, പദവി, ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്വേഷിച്ച് വരും. ചിലപ്പോൾ അത് പോയിന്ന് വരും. അത് പോയാലും വന്നാലും നമ്മളെപ്പോഴും സ്റ്റഡി ആയിട്ടിരിക്കണം. അതാണ് ഞങ്ങളുടെ 2 പേരുടെ പോളിസി. ഇല്ലാന്ന് വെച്ചിട്ട് അയ്യോ അതെല്ലാം പോയില്ലോ എന്ന് വിഷമിക്കാനും പാടില്ല. ഉണ്ടെന്ന് എഴുതിയിട്ട് അതിന് വേണ്ടിയിട്ട് വളരെ ഒരു ഗർവത്തോടെ ഇപ്പോൾ ഒരു കൊച്ചു പറഞ്ഞ കൂടെ, ആൻറ്റി ആ സാരി ശരിയില്ല, നിങ്ങൾക്ക് നന്നായിട്ടില്ല, ഇങ്ങോട്ട് ഇങ്ങനത്തെ പൊട്ട് വെക്കാതിട്ട്, അത് ഞാൻ അനുസരിക്കും. ആ കുട്ടിക്ക് എന്തോ പിടിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ ശരിയില്ല. അതുപോലെ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്, അവർ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന്. അങ്ങനെ അനുസരിച്ച് പോയാൽ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കരുതണം. ഇപ്പോൾ ചെന്നൈയിലെ ജീവിതം എങ്ങനെയൊക്കെയാണ്? ചെന്നൈയിലെ കുടുംബജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുടുംബ നായിക ഇപ്പം ഞാൻ അധികം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സിനിമ ലൈഫല്ല. ഇപ്പം അധികം നിറയെ സമയം വീട്ടിലിരുന്നു കൊണ്ട്, എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് വയസ്സായില്ല. അപ്പോൾ കുറച്ച് കൂടെ എനിക്ക് കാലം കൂടി ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് പാചകം ചെയ്യുന്ന കേട്ടല്ലോ, സത്യമാണോ? നന്നായിട്ടെന്ന് പറയാൻ പറ്റില്ല, അത് നിങ്ങൾ കഴിച്ചിട്ട് പറയേണ്ടി വരും. പക്ഷെ അറിയാം, നാട്ടിലുണ്ടായപ്പോൾ പഠിച്ചതാണ്. നാടൻ സാമ്പാർ, അവിയൽ, തോരൻ, ഇങ്ങനെ. അപ്പൊ കേരള വിഭവങ്ങളൊക്കെ അതറിയാം. അവിടുത്തെ ഒന്നും തമിഴ്നാട്ടിലൊന്നും അറിയില്ല. അപ്പൊ അതില് ഇപ്പോഴും മാങ്ങ ചമ്മന്തി അങ്ങനെയൊക്കെ അറിയാം. അപ്പൊ ഓണം വന്നാൽ ഇപ്പൊ ഈ ഓണത്തിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ? ഈ പറഞ്ഞ സാധനമൊക്കെ ചെയ്യും ഞാൻ. അന്ന് ഒരു ദിവസം ഞാൻ തന്നെ പോയി ചെയ്യുമല്ല. എന്താണ് പുതിയ തലമുറയിലെ സ്ത്രീകളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, അങ്ങനെ വെറുതെ സാധാരണ രീതിയിൽ പറയുക എന്നുള്ളതല്ല. ഇന്നിപ്പോൾ അവർ ജീവിത സാഹചര്യങ്ങളെ പലതരത്തിലും മുഖാമുഖം കാണുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവരോട് പഴയ കാലത്തിൻ്റെ ആ ഒരു ദൃഢത, ബലം, അതിൽ നിന്നൊക്കെ ഈ സ്നേഹം, വിനയം, അതിൽ നിന്നൊക്കെ പറയാനാകുന്ന ഒരു ഉപദേശം എന്താണ് അവരോട് പറയാനാകുന്നത്? എനിക്ക് ഉപദേശിക്കാൻ അറിയില്ല. മറ്റുള്ളവർ ഉപദേശിക്കുന്നത് ഞാൻ കേൾക്കും. അതാണ് എൻ്റെ സ്വഭാവം. പിന്നെ സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും. അത് ജനറലായിട്ടുള്ളതാണല്ലോ. ഇതിനൊരാൾ പറഞ്ഞിരുന്നു വേണ്ട. പിന്നെ ഇപ്പോൾ വരുന്ന കുട്ടികളും ശരി, ഇപ്പോഴത്തെ ഈ തലമുറയും ശരി, അവർക്കായിട്ട് നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. ഇപ്പം ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് വിദ്യാഭ്യാസം അറിയില്ല, പിന്നെ സ്കൂളിൽ പോയിട്ടില്ല, അതൊന്നും ഇല്ലാത്തതാണ് ഞാൻ. ഇപ്പോൾ വരുന്ന കുട്ടികൾ അങ്ങനെയല്ല, നല്ലോണം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ അങ്ങനെ പറഞ്ഞിട്ടെല്ലാം ലോകത്തിൻ്റെ ഏത് മൂലയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അവർ വളരെ ക്ലീനായിട്ട് പറഞ്ഞുതരും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുമ്പോഴും, ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? പഴയ കാലത്തിൻ്റെ ആയാലും ഈ കാലത്തിൻ്റെ ആയാലും എല്ലാം. അത് പറഞ്ഞ് കേൾക്കുന്നേക്കാൾ നല്ലത് അവർ കൊണ്ട് തന്നെ അനുഭവിക്കണം. തീർച്ചയായിട്ടും മലയാളിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓണക്കാലമായിട്ടൊരു ഇത്രയും നല്ലൊരു ചിരി, ആ ചിരിയുടെ മുഴുവൻ വിശുദ്ധി അത് ഞങ്ങൾക്ക് തന്നതിന്, അമൃതയുടെ പ്രേക്ഷകർക്ക് തന്നതിന്, ഓണസമ്മാനമായിട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നും ഈ ചിരി ഇങ്ങനെ ഉണ്ടാകട്ടെ, ഈ വസന്തം എന്നും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയും മനസ്സിലുണ്ട്. പ്രേക്ഷകർക്കും നിങ്ങൾക്കും ഈ യൂണിറ്റിലുള്ള എല്ലാവർക്കും എൻ്റെ ഓണാശംസ.